മാസം കണ്ടാൽ അതാണ് റമദാനായി, ഓരോ മാസങ്ങളായി എന്നതിൻ്റെ അടയാളം. അതുപോലെ തന്നെ വഅഫ്തിറൂലി റുയത്തിഹി, പെരുന്നാളാഘോഷം നോമ്പ് അവസാനിപ്പിക്കുന്നതും ശവ്വാൽ കടന്നു വന്നു എന്ന് കണക്കാക്കുന്നതും റുയത്തുൽ ഹിലാൽ, മാസപ്പിറവി ദർശിക്കുന്നത് മുഖേനയാണ്. അങ്ങനെയാണത് വേണ്ടത് എന്ന് ഹബീബരായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി. അപ്പം തന്നെ ഒരു ആവേശമായില്ലേ? അതല്ലാതെ ഇപ്പം നമ്മുടെ സാധാരണ കലണ്ടറിലോ ഓരോ മാസങ്ങളും നമുക്കിപ്പോൾ ഇംഗ്ലീഷൊക്കെ ഉള്ളതുപോലെ 28, 30 ഇങ്ങനെ കണക്കാക്കി പോയാൽ നമുക്ക് ഏത് സമയത്തും റമദാൻ 1 ഇന്ന ദിവസമാണ് കണക്കാക്കാൻ പറ്റും, പെരുന്നാൾ ഇങ്ങനെയാകും നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ആരവല്ല. ഇത് എല്ലാ വർഷവും പുതുമയാണ്. ആ ചന്ദ്രപ്പിറവി ദർശനം, അതിനുവേണ്ടി മുഅ്മിനീങ്ങളും ലോകരൊക്കെ പ്രത്യേകം ഉത്സാഹിക്കുകയാണ്. കണ്ടോ, ഒരു വർഷവും അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല. മാസപ്പിറവി ദർശനം അത് പ്രത്യേകമായി അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തപ്പെടുകയാണല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണത്. മാസം കാണണം, എന്നിട്ട് റമദാൻ ഉറപ്പിക്കുക. മാസം കണ്ടാൽ പെരുന്നാള്, സൂമു ലിറുയതിഹി, കാഴ്ചയാണ്. തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഫൈൻ ഉമ്മ അലൈക്കും, മാസം നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല, മേഘം മൂടിയിട്ടുണ്ട്, മേഘാവൃതം, മേഘം മൂടി അന്തരീക്ഷമാകെ മേഘമായി കിടക്കുകയാണ്. ഫഅക്മിലു ഇദ്ദത ശഅബാന 30, ശഅബാൻ 30 പൂർത്തിയാക്കുക, എന്നിട്ട് ഒന്ന് തുടങ്ങുക. മാസം ചന്ദ്രപ്പിറവിയോടെ ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ മേഘം മൂടിയത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്നാൽ കണക്ക് നോക്കിയിട്ട് പോകണ്ട, കാഴ്ചക്ക് തന്നെയാണ് പരിഗണന. ഇതാണ് മഹാന്മാരായിട്ടുള്ള സ്വഹാബാക്കളും പൂർവകാല ഇമാമിയങ്ങളൊക്കെ മുത്തുനബിയിൽ നിന്ന് മനസ്സിലാക്കി നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇടക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറഞ്ഞ കണക്ക് നോക്കിയിട്ട് ഉറപ്പിക്കാം. ഹിജ്റ ഹിലാൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, ഹിലാൽ കമ്മിറ്റി, ചന്ദ്ര കമ്മിറ്റി, അങ്ങനെ കമ്മിറ്റി തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, കണക്ക് നോക്കി ഉറപ്പിക്കുക. അത് ശരിയായ വഴിയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, ദീനിൻ്റെ ഓരോ ഇബാദത്തിൽ മുഅ്മിനീങ്ങൾക്ക് വലിയ പുതുമയാണ്. ഈ വർഷത്തെ റമദാൻ ഇന്ന ദിവസമാകുന്നു നമുക്ക് കണക്കൂട്ടി ഗണ്യതമായി പറയാൻ കഴിയില്ല. മാസപ്പിറവി ദർശനം അത് എങ്ങനെ കാണണം? അത് നേർക്ക് നേരെ കാണണം, കണ്ണുകൊണ്ട് തന്നെ കാണണം. അതല്ലാതെ മറ്റു മെഷീനുകൾ വെച്ച് അതിലൂടെ കണ്ടാൽ മതിയാകൂല. കാരണം മെഷീനുകൾ ചിലപ്പോൾ നമ്മളെ പറ്റിക്കും. അപ്പം നമ്മളിലുള്ള കാഴ്ച, ആ ഒരു കാഴ്ച അടിസ്ഥാനത്തിൽ തന്നെ അത് ഉറപ്പിക്കപ്പെടണം. ഇപ്പം ചില ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, പരപ്പനങ്ങാടി ഭാഗത്തൊക്കെ ചില പള്ളികളിൽ മാസം നോക്കാൻ മെഷീനുകളൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. കോർണിഷ് മോസ്ക് അങ്ങനെ ഒരു ഉപകരണം കൊണ്ടുവച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേക കാര്യമൊന്നുമില്ല. ഉപകരണത്തിലൂടെ നോക്കി മാസം കണ്ടു, ഉപകരണം അല്ലാതെ കാണുന്നില്ല, ഉറപ്പിക്കാൻ പറ്റൂല. ഉപകരണം അല്ലാതെ തന്നെ കാണണം. പിന്നെ അതുകൊണ്ട് പ്രത്യേക ഫായിദയൊന്നുമില്ല, അങ്ങനെ സാധനം അവിടെ ഉണ്ടെന്ന് പറയാം. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ദീനിൻ്റെ ഓരോ ഇബാദത്തുകൾ വലിയ പുതുമകളാണ്. അപ്പോൾ ആ പരിശുദ്ധമായ മാസപ്പിറവി ദർശിച്ച് മുഅ്മിനീങ്ങൾ റമദാനിനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. മുമ്പൊക്കെ ഈ ആധുനികമായ സൗകര്യങ്ങൾ വികസിക്കുന്നതിൻ്റെ മുൻകാലം, അന്ന് വലിയ പ്രയാസമാണ്. ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ ആ വിവരം കാളിയുടെ സന്നിധിയിലേക്ക് എത്തണം. കാളിമാരും പോകും മാസം കാണാൻ സാധ്യതയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്കും കടൽ തീരങ്ങളിലേക്കൊക്കെ കാളിമാരും പോകും. അവർ പോയി നോക്കും, ആളുകളെ ഏൽപ്പിക്കും. അങ്ങനെ കണ്ട വിവരം പൊന്നാനി കണ്ടാൽ, കാപ്പാട് കണ്ടാൽ, അത് ഉൾനാടുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും. അതാ ചില കാലങ്ങളിലൊക്കെ കാണാൻ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുകയാണ് പല നാട്ടിലും. കാരണം അവർക്ക് മാസം കണ്ട വിവരം കിട്ടി, പെരുന്നാളായി.
ഉൾപ്രദേശങ്ങളിലേക്ക് ആ വിവരം ലഭിച്ചിട്ടില്ല, അവർ നോമ്പിലാണ്. ഇവിടെ മാസം കണ്ട വിവരം നടന്ന് ആളുകളൊക്കെ എത്തി. അവിടെ നോമ്പൊക്കെ ഉച്ചയാകുന്ന സമയത്തായിരിക്കും ചിലപ്പം മാസം കണ്ട വിവരം അറിയണത്. ആ സമയത്ത് പിന്നെ പെരുന്നാളിലേക്ക് പോകും. ഇന്ന് ആധുനികമായ സൗകര്യങ്ങളായി, സൗകര്യങ്ങൾ കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിവരങ്ങളൊക്കെ എത്തും. റമദാനിനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഉപ്പമാരൊക്കെ റമദാൻ നാളെ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ മാസം കാണാൻ പ്രതീക്ഷിക്കുന്ന ദിവസം പള്ളിയിലൊക്കെ മാസം കണ്ട വിവരം കിട്ടിയോ? ഇല്ല. അന്ന് നമുക്ക് മൊബൈലില്ലല്ലോ, ആകെ ആകാശവാണി വാർത്ത ഉണ്ടാകുക. അവിടുന്ന് പറയും 8 മണി, ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല, അടുത്ത വിവരം 9 മണി. ഇങ്ങനെ കാത്തിരിക്കും. തറാവീഹൊക്കെ താല്പര്യത്തോടെ പ്രതീക്ഷിച്ച് റമദാനു ഷരീഫ്, ആ പുണ്യമായ മാസം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി